നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുൻപാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി രേണു സുധി രംഗത്തെത്തിയത്. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി കീമോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ആ വേദനകൾക്കിടയിലും യൂട്യൂബ് ചാനലിൽ രേണു സുധി സജീവമായി നിൽക്കുകയാണ്. കീമോയ്ക്ക് ശേഷം ശരീരമാസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവിക്കുകയാണെന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേണു പറഞ്ഞിരുന്നു. തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തിയതിന് പിന്നാലെ പരിഹസിച്ചവർ തന്നെ അവർക്ക് വേണ്ടി ആശ്വാസവാക്കുകൾ എത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം കിച്ചു സുധി നടത്തിയ ചില വെളിപ്പെടുത്തലും പിന്നാലെ രേണു നൽകിയ മറുപടിയും വീണ്ടും രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. രേണുവിന്റെ അടുത്ത സുഹൃത്താണ് ശാരിക. ഇപ്പോഴിതാ കിച്ചു രേണു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശാരിക. ചുണ്ടുകടിച്ചും കോപ്രായം കാണിച്ചും ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷനിലൂടെയും രേണു ഉണ്ടാക്കിയ കാശിൽ നിന്നും കിച്ചുവും പങ്കുപറ്റിയിട്ടുണ്ടെന്നാണ് ശാരിക പറഞ്ഞത്. ശാരികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇങ്ങനെ ഒരു വീഡിയോ ഇനി ചെയ്യേണ്ട എന്ന് കരുതി ഇരുന്നതാണ്, പക്ഷേ ചെയ്യാതിരിക്കാനാവുന്നില്ല. ഈ വീഡിയോ രേണു സുധിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ അവളെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യേണ്ട എന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവളൊരു രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവൾ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിച്ചു, അവൻ കാണാൻ ചെന്നില്ല എന്ന് വളരെ ദണ്ണപ്പെട്ട് ഒരു വീഡിയോയിൽ രേണു പറഞ്ഞു. പിന്നെ ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. രേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകൻ. ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒന്ന് കാണാൻ വന്നിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും. ഇതെല്ലാം ഒരു പരാതിയായിട്ടല്ല, പരിഭവമായിട്ടാണ് അവൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛവും ഇറക്കി കിച്ചു എന്ന് പറയുന്നവൻ കെട്ടിയൊരുങ്ങി രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് ഒരു വീഡിയോയും ഇറക്കി. പരാതിക്കാരുടെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നാണ് അതിൽ പറഞ്ഞത്. എന്നിട്ടാണ് അവൻ പോയത്. അതിന്റെ പേരിൽ നാട്ടുകാർ അവനെ എടുത്തുടുത്തു. ശേഷം അവൻ രേണുവിനെ കാണാൻ ചെന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വന്ന ഒരു വീഡിയോയും കൂടി ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? എന്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ചു കാണിച്ചതും മലന്ന് കിടന്ന് കാണിച്ചതും കമന്ന് കിടന്ന് കാണിച്ചതും ഒക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത് അത്രേ. ഞാനൊന്ന് ചോദിക്കട്ടെ കിച്ചു, 2 വർഷം മുൻപ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോൾ ഈ രേണു പണിക്കിറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചില്ല. ഇന്നും കുറെ പേർ അംഗീകരിച്ചിട്ടില്ല. കോപ്രായം എന്നാണ് അവളുടെ അഭിനയത്തെ ആളുകൾ വിശേഷിപ്പിച്ചത്. ആ കോപ്രായം വിജയകിരീടമായി അവൾ എടുത്തു ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കിപ്പിക്കുകയും ചെയ്ത മിടുമിടിക്കാണ് രേണു. അതിൽ നിന്ന് അവൾ കാശുണ്ടാക്കി. ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചും അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് കാണിച്ചിട്ടും തന്നെയാണടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷനിലൂടെയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നാണമുണ്ടോ അവളെ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക്? ഞാൻ സാക്ഷിയാണ്. നിനക്ക് അയക്കാറുള്ള പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ എന്നെ അവൾ ബിഗ് ബോസിന്റെ സമയത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം രേണു പറയേണ്ടതാണ്, പക്ഷേ അവൾ പറഞ്ഞില്ല. കാരണം ആത്മാഭിമാനമുണ്ട്. ഞാനിരിക്കുമ്പോൾ നീ അവളെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നു ശാരി, കാശിനാടി എന്നെ അവൻ കിടന്ന് വിളിക്കുന്നത് 100ഉം 500ഉം ഒന്നും ആയിരുന്നില്ല അന്ന് രാഹുലിന് വേണ്ടിയിരുന്നത്. 2000ഉം 3000ഉം 4000ഉം 5000ഉം ഒക്കെ ആയിരുന്നു. ഇതെല്ലാം അവൾ നിനക്ക് GPay ചെയ്ത് തരികയും ചെയ്തു. അതെല്ലാം വാങ്ങി തിന്നിട്ട് ഇപ്പോൾ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തുപോയല്ലേ? നാണമുണ്ടോടാ നിനക്ക് എന്ന് ചോദിച്ചാണ് ശാരിക വീഡിയോ അവസാനിപ്പിച്ചത്. മലയാളത്തിലെ അവതാരകമാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ശാരിക. ബോൾഡായ അവതരണ ശൈലിയും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന രീതിയുമാണ് ശാരികയെ കൂടുതൽ വ്യത്യസ്തമാക്കിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മത്സരാർത്ഥിയുമായിരുന്നു ശാരിക. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് രേണു സുധിക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. വർഷങ്ങളായി ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു മുഴയാണ് കൃത്യമായി ചികിത്സ ലഭിക്കാതെ അർബുദമായി മാറിയത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ ചികിത്സകൾ പുരോഗമിക്കുകയാണ്. കിച്ചുവിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു. പതിവില്ലാത്ത ഊർജ്ജത്തോടെയായിരുന്നു 12 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ രേണു പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോ വൈറലായ ശേഷം രേണുവിന് ക്യാൻസർ ഇല്ലെന്നും അസുഖമാണെന്ന് വെറുതെ പറഞ്ഞു പരത്തിയതാണെന്നും രോഗാവസ്ഥ വ്യാജമാണെന്നുമുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. അത്തരം സംശയങ്ങൾ ഉള്ളവർക്കും തന്നെ പരസ്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയുമായി രേണു സുധി രംഗത്തെത്തിയിരുന്നു. തലയിൽ നിന്നും ലൈവായി മുടി കൊഴിഞ്ഞു വരുന്നത് രേണു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തലയിൽ രേണു കൈകൊണ്ട് തലോടിയപ്പോൾ തന്നെ ഒരുപാട് മുടി കൈയിലേക്ക് അടർന്നു വീണു. എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നവർക്ക് അതെ,
എന്റെ മനസ്സിന് ക്യാൻസർ ഇല്ല, പക്ഷേ ശരീരം നിങ്ങളുടെ കുത്തുവാക്കുകളെക്കാൾ വലിയ ക്യാൻസർ അല്ല എന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത്. തലയിൽ വെറുതെ ഒന്ന് തൊട്ടാൽ മതി, കൈയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു. വീഡിയോയ്ക്കൊപ്പം രേണു കുറിച്ചു. കീമോ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ രേണു മുടി മുഴുവനായും മുറിച്ചിരുന്നു. ക്യാൻസർ രോഗികളുടെ എല്ലാം മുടി കൊഴിയാറുണ്ട്. മുടി കൊഴിയുന്നത് രോഗം കൊണ്ടല്ല, മറിച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ ചികിത്സകളുടെ ഭാഗമായാണ്. വേഗത്തിൽ വളരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നുകളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇത് മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. ചികിത്സ ആരംഭിച്ചതിനു ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ മുടി കൊഴിയാൻ തുടങ്ങും. തലയിലെ മുടി മാത്രമല്ല, ശരീരത്തിലെ പുരികം, കൺപീലി തുടങ്ങിയ രോമങ്ങളും ഇതിന്റെ ഫലമായി കൊഴിഞ്ഞു പോകും. രേണുവിന്റെ പുതിയ വീഡിയോ താരത്തിന്റെ ആരാധകരുടെ മനസ്സിൽ വേദന നിറച്ചു. നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത്. സോഷ്യൽ മീഡിയ നമ്മളെ തളർത്തുകയും ഉയർത്തുകയും ചെയ്യും. ഇവരുടെ സഹതാപം, സ്നേഹം നേടി ജീവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സന്തോഷം, സമാധാനം, സ്നേഹം, ഇതിന്റെ എല്ലാം താക്കോൽ ഈ പൊതു സമൂഹത്തിന് കൊടുത്താൽ അവർ രേണുവിനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം, സമാധാനം. ഈ വഴിക്ക് ചിന്തിച്ചാൽ നെഗറ്റീവ് കമന്റ്സ് ഒന്നും നമ്മളെ തളർത്തില്ല. എല്ലാത്തിനും മറുപടി കൊടുത്ത് സ്വന്തം വില, എനർജി കളയണ്ട. പ്രതികരിക്കുകയും വേണ്ട. സോഷ്യൽ മീഡിയ വല്ലപ്പോഴും ഉപയോഗിക്കുക, പാട്ട് കേൾക്കുക, പ്രാർത്ഥിക്കുക, മധുരം കുറയ്ക്കുക, മരുന്നുകൾ കഴിക്കുക, വേഗം സുഖമാകട്ടെ. കഴിയുമെങ്കിൽ അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ക്ഷമിക്കാൻ കഴിയട്ടെ. സ്നേഹത്തിന് കണക്ക് വെക്കാതിരിക്കുക. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക. പക്വതയോടെ ഇടപെടുക. ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. ആർക്കും തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. രേണു, മാരകവിഷം ഉള്ളവർ അങ്ങനെ പലതും പറയും. അവരുടെ അടുത്ത് അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കേണ്ട. പ്രതികാരം നമ്മൾക്കുള്ളതല്ല, പ്രാർത്ഥനയുണ്ട്. എല്ലാം മാറ്റി ഈശ്വരൻ കാത്തുകൊള്ളും എന്നിങ്ങനെ നീളുന്നു രേണുവിനെ ആശ്വസിപ്പിച്ചു വന്ന കമന്റുകൾ. അതേസമയം തന്നെ കാണാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ആദില, നൂറ, അനുമോൾ എത്തിയ സന്തോഷം രേണുസുതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അനുമോൾ, ആദില, നൂറ ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി എന്നാണ് ബിഗ് ബോസിലെ തന്റെ സഹ മത്സരാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രേണു കുറിച്ചത്. എനിക്ക് ക്യാൻസർ ആണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഞാനിത് മറച്ചുവെച്ചു. പക്ഷെ ഇപ്പോൾ ഇത് പറയാൻ സമയമായി എന്ന് തോന്നുന്നു. പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ട്. ഇത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന് പലരും കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത് എന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അസുഖത്തെക്കുറിച്ച് രേണു പറഞ്ഞത്. തന്റെ രോഗവിവരം തുറന്നു പറഞ്ഞുകൊണ്ട് ക്യാൻസറിനെ നേരിടുന്ന മറ്റു പെൺകുട്ടികൾക്ക് വലിയൊരു ജാഗ്രതാ സന്ദേശം കൂടിയാണ് രേണു നൽകിയത്. തന്റെ 15ാമത്തെ വയസ്സിലാണ് മാറിടത്തിൽ ആദ്യമായൊരു മുഴ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് രേണു പറയുന്നു. അന്ന് പ്രായക്കുറവ് കാരണം അത് കാര്യമാക്കിയില്ല. വീട്ടുകാരോടും പറഞ്ഞില്ല. പിന്നീട് ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് ബയോപ്സി ചെയ്തു. അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നുവെങ്കിലും ഭാവിയിൽ ഇത് ക്യാൻസർ ആയേക്കാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തൊട്ടുമുൻപ് കഴിഞ്ഞ അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷന്റെ വേദനയും പേടിയും കാരണം തുടർ ചികിത്സ നടത്താൻ താൻ മടിക്കുകയായിരുന്നു എന്നും രേണു പറഞ്ഞു. പെൺകുട്ടികൾ ശരീരത്തിൽ വേദനയില്ലാത്ത മുഴ ഒക്കെ വന്നാൽ ശ്രദ്ധിക്കുക. ഡോക്ടറെ കാണുക. വേദനയില്ലേ എന്നോർത്ത് വച്ചുകൊണ്ടിരിക്കരുത് എന്നുമാണ് രേണു പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.